ചോറിൻ്റെ കൂടെ വേറൊരു സൈഡ് ഡിഷ് ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റില്ല അടിപൊളി എഗ്ഗ് പെപ്പർ റോസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തു വിടാനൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മുട്ട ചെറുതായിട്ടൊന്നും ഇങ്ങനെ പൊട്ടാനായിട്ട് നിൽക്കുന്നത് ഹാർട്ട് ഷേപ്പിലൊക്കെ അതിൻ്റെ മഞ്ഞക്കരു കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടി തയ്യാറാക്കണം. സിമ്പിളാണ്. 1 ടീസ്പൂണ് കുരുമുളകും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഈ ഒരു സംഭവം മാത്രം മതി കേട്ടോ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ട ഇതുപോലെ കമിഴ്ത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് അവിടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ഫ്രൈ ആക്കി. ഒരുപാട് ടൈം എടുത്ത് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മുട്ട ഒരുപാട് ഹാർഡായി പോവും. ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു തയ്യാറാക്കി എടുത്തിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പച്ച മസാലയാണല്ലോ, അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക, ആ ഒരു മസാലയൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ സൈഡിലും ഇതേപോലെ തന്നെ ആ ഒരു പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു പൊടികളൊന്നും ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. ആ ഒരു ചോറിൻ്റെ കൂടെ കഴിക്കുക. ഈ ഒരു വെളിച്ചെണ്ണയിലും ഈ മുട്ടയിലൊക്കെ കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പെപ്പറിൻ്റെ ഒക്കെ മസാല മാത്രം മതി കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്